നമസ്കാരം. ഇറാനുമേൽ യു.എസ് ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞു എന്നും യുദ്ധലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതിന് തങ്ങളുടെ സൈന്യം വളരെ അടുത്തെത്തിയെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ നാവിക വ്യോമസേനകളെ ഇല്ലാതാക്കിയെന്നും മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളെയെല്ലാം തകർന്നടിഞ്ഞ നിലയിലാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സൈനിക നടപടി അധികം വൈകാതെ തന്നെ അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. വരുന്ന 2-3 ആഴ്ചകളിൽ ഇറാനിൽ അതിശക്തമായ ആക്രമണം, അതായത് മാരകമായ ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. എന്നാൽ അമേരിക്ക സ്ഥിരമായ നാണം കെടലിനും പശ്ചാത്താപത്തിനും കീഴടങ്ങലിനും വിധേയമാകുന്നതുവരെ യുദ്ധം തുടരുമെന്ന നയം ഇറാൻ വ്യക്തമാക്കി. അതായത് ഇറാൻ സൈന്യം ട്രംപിന് മുന്നിൽ മറുപടിയായി നൽകിയിട്ടുണ്ട്. യു.എസ് ഇന്റലിജൻസ് ഇറാന്റെ സൈനിക ആയുധ ശേഷിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്ന് പരിഹസിച്ചിരുന്നു. ഇറാനിൽ യു.എസ് സൈന്യം കരയുദ്ധത്തിന് ഇറങ്ങിയാൽ അധിനിവേശക്കാരിൽ ഇപ്പോഴും ജീവനോടെ, അതായത് അധിനിവേശക്കാരിൽ ആരും തന്നെ ജീവനോടെ തിരികെ പോകില്ല എന്ന കാര്യം സൈനിക മേധാവി മേജർ ജനറൽ അമീർ ഖത്താമി വ്യക്തമാക്കിയിരിക്കുകയാണ്. കരയുദ്ധത്തിന് സജ്ജരായിരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ശത്രുക്കളുടെ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഇറാനെതിരെയുള്ള നടപടിക്കായി 2500 മറൈനുകളെയും ആയിരക്കണക്കിന് പാരാട്രിപ്പുകളെയും യു.എസ് പുതുതായി ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടെ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണവരവിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ ഈ ചരക്കിടനാഴി പിടിച്ചെടുത്ത് സംരക്ഷിക്കാനുള്ള ധൈര്യം കാണിക്കണമെന്ന നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. യു.എസ് ഹോർമൂസിന് ആവശ്യമില്ല എന്നും കടലിടുക്ക് തുറക്കാനുള്ള ശ്രമങ്ങളിൽ ചൈനയും ജപ്പാനും ദക്ഷിണ കൊറിയയും പങ്കാളികളായി എന്നും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ നാറ്റോ സഖ്യകക്ഷികളുമായി ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നിലപാട് വന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്. എണ്ണ ഉൾപ്പെടെയുള്ള ഇറാന്റെ വലിയ പ്രകൃതി വിഭവ സമ്പത്ത് പിടിച്ചെടുക്കാനല്ല, സഖ്യകക്ഷികളെ സഹായിക്കാനാണ് യു.എസ് യുദ്ധത്തിനിറങ്ങിയതെന്നാണ്. അതായത് വേണ്ടത്ര എണ്ണവാതക ശേഖരം അമേരിക്കയ്ക്കുണ്ട് എന്നും സൗദിയും റഷ്യയും ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിലും കൂടുതലാണെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇസ്രയേൽ, സൗദി അറേബ്യ, ഖത്തർ, യു.എ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ പശ്ചിമേഷ്യൻ മേഖലകളെ സഖ്യകക്ഷികളെ വേദനിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ഭീകരവാദത്തിന്റെയും ഏറ്റവും വലിയ സ്പോൺസർമാരായ ഇറാനെ 47 വർഷമായി കൈകാര്യം ചെയ്യാൻ മുതിരാത്തതിൽ മുൻ യു.എസ് സർക്കാരുകളെ ട്രംപ് പഴിചാരുന്നുണ്ട്. ഇറാനുമായുള്ള ആണവ നിർവ്യാപന ഉടമ്പടിയിൽ നിന്നും പിന്മാറിയത് ഉൾപ്പെടെ തന്റെ ഇടപെടലില്ലായിരുന്നു എങ്കിൽ പശ്ചിമേഷ്യയോ ഇസ്രയേലോ ഇന്നുള്ളതുപോലെ ഉണ്ടാകുമായിരുന്നില്ല എന്നും ബരാക് ഒബാമ ഉണ്ടാക്കിയ ആണവ കരാർ ഇറാന് ആണവായുധം നേടിക്കൊടുത്തു എന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടവുമായി ചർച്ച സാധ്യമാണ് എന്ന് കരുതുന്നു എന്നും എന്നാൽ കരാർ ആയില്ല എങ്കിൽ ആക്രമണം തുടർന്ന് അവരെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്നാണ് ട്രംപിന്റെ വക ഭീഷണി. കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങളെ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാൻ ആണവായുധം നേടില്ലെന്നും അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇസ്രയേലിനും യു.എസിനും ഒരു മാനുഷിക ധാർമ്മിക മൂല്യവും ഇല്ല എന്നും ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധത്തിൽ തകർന്ന പശ്ചാത്തല സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിനായി ദേശീയ തലത്തിൽ കർമ്മ പരിപാടി വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻകാരോട് പ്രതീക്ഷയുടെ പ്രതീകമായി രാജ്യത്തുടനീളം തൈകൾ നടാനും ദേശീയ പരിസ്ഥിതി ദിന സന്ദേശത്തിൽ ആഹ്വാനം നൽകിയിട്ടുണ്ട്.